ദൈവം അയച്ച സ്വർഗത്തിൽ നിന്ന് വന്ന ഗബ്രിയേൽ മാലാഖ. അതായത് മറിയം ഇനി വെറും മറിയമല്ല, ദൈവകൃപ നിറഞ്ഞവളാണ്. ഗബ്രിയേൽ മാലാഖ മറിയമെന്ന് വിളിക്കുന്നതിന് മുമ്പ് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞതിനാൽ സഭയും ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നാണ് ചൊല്ലുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് തുടക്കത്തില്, മറിയം എന്ന് പിന്നീടാണ്. മറിയം എന്ന വാക്ക് ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട് രണ്ടാമത്. തുടക്കത്തിൽ പറഞ്ഞില്ല, പിന്നീട് പറഞ്ഞു. നമ്മളും പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ ചെയ്യുന്നു. തുടക്കത്തിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്നും പിന്നെ മറിയമെന്നും പറയുന്നു. അതായത് സ്വർഗം എങ്ങനെ നമ്മളെ പഠിപ്പിച്ചുവോ, സ്വർഗം എങ്ങനെ വെളിപ്പെടുത്തിയോ അതിനോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്, സ്വർഗത്തിലെ മാലാഖയോട് ചേർന്ന് മറിയത്തെ സ്തുതിക്കുകയാണ് മരിയസ്തുതി. ഇതിനേക്കാൾ ഗംഭീരമായ ഒരു പ്രാർത്ഥനയുണ്ടോ? പെന്തക്കോസ്തക്കാരെ, യഹോവ സാക്ഷികളെ, ഈ ക്രിസ്റ്റാഡൽഫിയൻസ്, പിന്നെ ബോണഗൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റുകാരെ, നിങ്ങളിതൊന്ന് തുറന്ന ഹൃദയത്തോടൊന്ന് പരിശോധിക്കണേ. സ്വർഗം മറിയത്തെ വിളിച്ച ആ വചനമാണ് നമ്മുടെ പ്രാർത്ഥനയായി ചൊല്ലുന്നത്.